എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. ഞാൻ ഇതിനു മുമ്പുള്ള കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ മഹാബാധാസ്ഥാനത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ആ മഹാബാധാസ്ഥാനം നമ്മൾ കണ്ടുപിടിക്കേണ്ട രീതി ഞാനതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ രീതി എന്ന് നമ്മൾ പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ലഗ്നം, നമ്മുടെ ജാതകത്തിൽ ലഗ്നം എവിടെയാണോ ആ ലഗ്നം ആണ് നമ്മൾ ചരമാണോ സ്ഥിരമാണോ ഉഭയമാണോ എന്ന് നമ്മൾ അറിയേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കോർണറിലും 4 കോർണറിലും ഉള്ളത് അത് രാശികൾ, ആ രാശികൾ 4 ഉഭയരാശികളാണ്. അപ്പം ഞാൻ പറഞ്ഞു മേടം ഇടവം മിഥുനം. അപ്പോൾ അതിൽ മേടം ചരരാശിയും ഇടവം സ്ഥിരരാശിയും മിഥുനം ഉഭയരാശിയും. അപ്പോൾ അത് കഴിഞ്ഞാൽ മിഥുനം കഴിഞ്ഞാൽ കർക്കിടകം ചിങ്ങം കന്നി, അത് 3 ചരം സ്ഥിരം ഉഭയ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ജാതകത്തിലെ ലഗ്നം എവിടെയാണോ ആ ലഗ്നത്തിനെ ആസ്പദമാക്കിയിട്ടാണ്. ഇപ്പോൾ സപ്പോസ് നമുക്ക് മേടം രാശിയാണ് ലഗ്നമായിട്ട് വന്നാൽ അത് ചരരാശിയാണ്. അപ്പോൾ എല്ലാ ചരരാശികൾക്കും കുംഭം രാശിയാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ 2 രീതിയുണ്ട് നമ്മൾ മഹാബാധാസ്ഥാനം തിരഞ്ഞെടുക്കാനായിട്ട്. ആചാര്യന്മാർ ഇന്ന രാശിക്ക് കുംഭം രാശിയാണെന്ന് പ്രത്യേകം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമ്മൾ നോക്കുന്ന മഹാബാധാസ്ഥാനം കണ്ടുപിടിക്കുന്നത് ചരത്തിന് 11, സ്ഥിരത്തിന് 9, ഉഭയത്തിന് 7. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടിക്കലർത്തിയാലും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് വരാറുള്ളത്. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, അപ്പോൾ ലഗ്നത്തിനെ കൊണ്ടാണ് നമ്മൾ ഏത് രാശിയാണ് നമുക്ക് ബാധാസ്ഥാനമെന്ന് അറിയാൻ ലഗ്നത്തിനെ കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ലഗ്നാൽ എത്രയിൽ നിൽക്കുന്നു. ഇപ്പം ചരമാണെങ്കിൽ ഇന്ന രാശിയാന്ന് പറഞ്ഞു, കുംഭമാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മളതിനകത്ത് പറയുന്നുണ്ട് കുംഭത്തിന് കർക്കിടകം തന്നെ ആണെന്ന് പറയുന്നുണ്ട്, അത് സ്ഥിരമാണ്, അതിന് മാറ്റമില്ല. മീനത്തിന് ധനുവാണെന്നും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇടവത്തിനും മിഥുനത്തിനും ഭാഗം മഹാബാധാസ്ഥാനം ഇല്ലെന്നുള്ളതാണ് ആചാര്യവചനം. അപ്പോൾ ബാക്കിയുള്ള ഈ മഹാബാധാസ്ഥാനം നമ്മൾ കണ്ടുപിടിക്കണം. ഒരു ജാതകം എടുത്താൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പൂർവികരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ ബാധാസ്ഥാനം. എന്നുവെച്ചാൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല നമ്മൾ ജനിച്ച സമയത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്. അപ്പം പൂർവികമായിട്ട് വന്ന് ഭവിക്കുന്നതാണ് ബാധാസ്ഥാനം. അപ്പോൾ ആ ബാധാസ്ഥാനം തീർച്ചയായിട്ടും ഭരദേവതയോ മറ്റുള്ള ദേവതമാരുമായിട്ട് ബന്ധമുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു ജാതകം